നമസ്കാരം. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. കെ.എം. മാണിക്ക് സ്മൃതി മണ്ഡപത്തിന് ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത. അതായത് ജോസ് മോൻ പാർട്ടി വിട്ടു പോകാതിരിക്കാൻ LDF സർക്കാർ കളിച്ച ഒരു കളിയായിട്ടാണ് തോന്നിയത്. പക്ഷേ 10 വർഷം മുമ്പ് ഒരു കേരള നിയമസഭാ സമ്മേളനത്തിൽ 13ാം നിയമസഭാ സമ്മേളനത്തിൽ ശ്രീ ധനകാര്യമന്ത്രിയായിരുന്ന K.M. മാണി, അന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിലിരിക്കുന്ന ആൾക്കാർ പ്രതിപക്ഷത്തായിരുന്നു. അന്ന് അവർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ K.M. മാണി ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബാർ കോഴ കേസ് വന്നപ്പോൾ K.M. മാണിയുടെ 13ാമത്തെ ബഡ്ജറ്റ് അവതരണം, അതായത് റെക്കോർഡാണ്. ഒരു മനുഷ്യൻ ഇത്രയും കൊല്ലം ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് റെക്കോർഡായിട്ടുള്ള ഒരു കാര്യമാണ്. K.M. മാണി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയിട്ടുള്ളത് കാരണം അങ്ങേക്ക് കുറവട്ടം മന്ത്രിയാവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് K.M. മാണിയുടെ 13ാമത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബഡ്ജറ്റ് അവതരണം, അന്ന് അത് എതിർത്ത കുറേ വ്യക്തികളുണ്ട്. ശിവൻകുട്ടി കാട്ടിയിട്ടുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പീക്കറെ വരാൻ അനുവദിക്കാതെയും മൈക്ക് വലിച്ചിടുകയും ലാപ്ടോപ്പ് വലിച്ചെറിയുകയും തോമസ് ഐസക് വീഴുകയും കസാര ഉന്തി പുറത്താക്കുകയും, അതായത് സ്പീക്കർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസാര പുറത്താക്കുകയും, എങ്ങനെയോ അവർ ഒരു പ്രൊട്ടക്ഷൻ വലയത്തിൽ നിന്നുള്ളിൽ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ലഡ്ഡു വിതരണം നടത്തുകയും ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് മാണിയെ കോഴമാണി, കള്ളം മാണി എന്നെല്ലാം വിളിച്ചിരുന്ന ആൾക്കാർ ഇന്ന് K.M. മാണിക്ക് വേണ്ടി ഒരു ഭൂമി അനുവദിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇത്രയും എതിർത്ത് ഇത്രയും കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കി കേരള നിയമസഭയിൽ ഇത്രയും വൃത്തികെട്ട ഒരു സംഭവം നടത്തിയ വ്യക്തികൾ ബാർ കോഴ വിഷയത്തിൽ നോട്ടടി മെഷീൻ വീട്ടിലുള്ള മാണി, കള്ളൻ മാണി, കോഴമാണി ഇതെല്ലാം വിളിച്ചിരുന്ന ആൾക്കാർ അതേ മാണിക്ക് വേണ്ടി സ്ഥലം അനുവദിക്കുന്നത് എന്താ ഇതിന് പറയാം, എത്ര മോശം, അല്ലെങ്കിൽ എത്ര കോമാളിത്തരമായ പ്രവൃത്തിയായി പോയി. ഇത്രയും 10 കൊല്ലം ഒന്നിച്ച്, അതായത് 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാർ ഇത്ര കൊല്ലം ചെയ്യാതിരുന്ന ഒരു സംഭവം ജോസ് മോൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരു 25 സെന്റ് അങ്ങോട്ട് കൊടുത്ത് ആ ഒരു ജോസ് മോനെ സ്വന്തം പാർട്ടിയിൽ നിർത്താൻ. അപ്പോൾ ജോസ് മോൻ ഹാപ്പിയായി. ജോസ് മോൻ എവിടെ നിന്നാലും തോൽക്കുമെന്നുള്ള കാര്യം വേറെ. എന്നാലും ജോസ് മോൻ്റെ കൂടെയുള്ള കുറച്ച് വോട്ടുകൾ കിട്ടാൻ വേണ്ടി ജോസ് മോനെ ഹാപ്പിയാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു അക്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അവർക്ക് മാണി ദൈവമാണ്. എന്നാൽ 10 കൊല്ലം മുമ്പ് മാണിയെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഈ ഒരു കോമാളിത്തരം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? 2 സർക്കാരിനോട് കൂടിയിട്ടാണ് പറയാനുള്ളത്. കഷ്ടം.